السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. أما بعد. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്തമമായ പേരുകളിൽ അസ്സമദ് എന്ന നാമത്തെക്കുറിച്ചാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്നത്. അസ്സമദ് എന്ന റബ്ബിൻ്റെ പേര് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇഖ്ലാസിലാണ് വന്നിട്ടുള്ളത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്ന ആയത്തിൽ. എന്താണ് അസ്സമദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? അസ്സമദ് എന്ന റബ്ബിൻ്റെ പേരിൻ്റെ അർത്ഥവും വിശദീകരണവുമായി മുൻഗാമികളുടെ വിശദീകരണങ്ങൾ വ്യത്യസ്തമായി നമുക്ക് കാണാൻ കഴിയും. തഫ്സീറുകളിൽ ഈ പേരിനെ കുറിച്ചുള്ള മുൻഗാമികളുടെ വിശദീകരണങ്ങൾ, പല വിശദീകരണങ്ങൾ ഇമാം ബിൻ ജരീർ തബരി, ശേഷം ഇമാം ബിൻ കസീർ തുടങ്ങിയവർ അവരുടെ തഫ്സീറുകളിൽ ഉദ്ധരിച്ചത് കാണാം. എന്നാൽ യഥാർത്ഥത്തിൽ ഈ പേരിൻ്റെ ഈ പറയപ്പെട്ട മുൻഗാമികളിൽ നിന്ന് വന്ന വിശദീകരണങ്ങളെല്ലാം സഹിഹായ അർത്ഥമാണ്. അതെല്ലാം റബ്ബിൻ്റെ വിശേഷണങ്ങൾ തന്നെയാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതുപോലെ, വേറെയും ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ, അസ്സമദ് എന്ന പേര് അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു നാമത്തെ മാത്രം, ഏതെങ്കിലും ഒരു വിശേഷണത്തെ മാത്രം കുറിക്കുന്ന പേരല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ പേരുകളിൽ അങ്ങനെ ചില പേരുകളുണ്ട്. ഉദാഹരണത്തിന് അൽ അദീം, അള്ളാഹു ഏറ്റവും മഹത്വമുള്ളവനാണ് എന്ന് പറഞ്ഞാൽ എല്ലാ സിഫത്തുകളിലും അവൻ അദീമാണ്. അവൻ്റെ ഏതേത് വിശേഷണങ്ങളുണ്ടോ അതിലെല്ലാം അവൻ അദീമാണ്, ഏറ്റവും മഹത്വമുള്ളവനാണ്. അവൻ്റെ മഹത്വത്തോടടുത്ത് ആരും എത്തുകയില്ല, ഒന്നും എത്തുകയില്ല. അൽ മജീദ് എന്ന അള്ളാഹുവിൻ്റെ പേര്, അവൻ ഏറ്റവും ഔന്നത്യമുള്ളവനാണ്. മജിദ് എന്നാൽ ഉയർച്ച എന്ന് പറയും, ഔന്നത്യം. അവൻ്റെ എല്ലാ വിശേഷണങ്ങളിലും അവൻ ഏറ്റവും ഉന്നതനാണ്. അങ്ങനെയുള്ള പേരുകൾ റബ്ബിൻ്റെ പേരുകളിലുണ്ട്. ഈ വിഷയത്തിൻ്റെ ആമുഖത്തിൽ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ അസ്സമദ് എന്ന പേര് പല അർത്ഥങ്ങളും അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ അവൻ്റെ വിശേഷണങ്ങളിൽ പലതിനെയും ഉൾക്കൊള്ളുന്ന പേരാണ്. നോക്കൂ നിങ്ങൾ, മുൻഗാമികൾ ഈ ആയത്തിൽ വന്നിട്ടുള്ള, സൂറത്തുൽ ഇഖ്ലാസിലെ ആയത്തിൽ വന്നിട്ടുള്ള അസ്സമദ് എന്ന അള്ളാഹുവിൻ്റെ പേരിന് പറഞ്ഞ അർത്ഥങ്ങൾ നിങ്ങൾ നോക്കൂ. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, അല്ലദീ തഖ്സുദുഹു അൽ ഖലായിഖു വതസ്മുദു ഇലൈഹിൽ ഖലായിഖു ഫി ഹാജാതിഹാ. പടപ്പുകൾ മുഴുവൻ അവരുടെ ആവശ്യങ്ങൾക്ക് ആശ്രയിക്കുന്നവൻ, അതാണ് അസ്സമദ്. സർവരുടെയും ആശ്രയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എല്ലാവരും റബ്ബിനെ ആശ്രയിക്കുന്നു. അവൻ്റെ സൃഷ്ടികളിൽ ആദ്യകാലക്കാരും അവസാനകാലക്കാരും മനുഷ്യരും ജിന്നുകളും മലക്കുകളും ഈ ഭൂമിയിലെ ഓരോ കണികകളും യഥാർത്ഥത്തിൽ റബ്ബിനെ ആശ്രയിച്ചിട്ടാണുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആലയെ ആശ്രയിച്ചിട്ടാണ് അവയെല്ലാം ഉള്ളത്. ഇതാണ് ഒരു അർത്ഥം, സൃഷ്ടികൾ മുഴുവൻ ആശ്രയിക്കുന്നവൻ. രണ്ടാമത്തെ അർത്ഥമായി മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം, ഹുവ സയ്യിദ്
الذي كمل في سؤدده. അവനാണ് അസ്സയ്യിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ വന്നതുപോലെ അസ്സയ്യിദു അള്ളാഹുവാണ് യഥാർത്ഥ യജമാനൻ. അവൻ്റെ സുഅദദ് എന്ന് പറഞ്ഞാൽ അവനാണ് എല്ലാവർക്കും മുകളിലുള്ള, എല്ലാവരെക്കാളും ഏറ്റവും ഘിന അഥവാ ഐശ്വര്യം നിറഞ്ഞ, എല്ലാവരെക്കാളും മഹത്വമുള്ളവൻ. അതാണ് സമദ് എന്നതിൻ്റെ മറ്റൊരർത്ഥം. അവന് ആരുടെയും ആശ്രമം ആവശ്യമില്ല. അവൻ എല്ലാവരുടെയും യഥാർത്ഥ യജമാനനാണ്. അവൻ ഖനിയാണ്, എല്ലാ ഐശ്വര്യങ്ങളും നിറഞ്ഞവനാണ്. അഥവാ അവൻ്റെ ഖിന അത് സമ്പൂർണമാണ്. അവൻ ഏറ്റവും മഹത്വമുള്ളവനാണ്, അദീമാണവൻ. അവൻ്റെ മഹത്വം എന്നത് സമ്പൂർണമാണ്, അതിനപ്പുറം ഇനി മഹത്വമില്ല. അതുപോലെ അവൻ എല്ലാത്തിൻ്റെയും അധിപതിയാണ്. അവൻ്റെ മുൽക്ക് എന്നത്, അവൻ്റെ അധികാരം എന്നത് അത് സമ്പൂർണമാണ്, അതിനപ്പുറത്തിന് യാതൊന്നുമില്ല. യഥാർത്ഥത്തിൽ നോക്കൂ, ഇതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞ അർത്ഥം, പടപ്പുകളെല്ലാം റബ്ബിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നത് യഥാർത്ഥത്തിൽ ഇതുകൊണ്ടാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാവരുടെയും യഥാർത്ഥ യജമാനനും ഉടമസ്ഥനുമാണ്. അവൻ്റെ അപ്പുറത്ത് ഒരു നിലക്കും പൂർണ്ണത ഉള്ള മറ്റാരും തന്നെയില്ല. ഇതാണ് രണ്ടാമത്തെ അർത്ഥം, മുൻഗാമികൾ പഠിപ്പിച്ചിട്ടുള്ള അർത്ഥം. മൂന്നാമത്തെ അർത്ഥം അവരുടെ വാക്കുകളിൽ നമുക്ക് കാണാം. അതായത് അല്ലദീ ലാ യദ്ഖുലു ഫീഹി ശൈ വലാ യഖ്റുജു മിൻഹു ശൈ. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ എങ്ങനെയുള്ളവനാണ്? അവൻ മറ്റു വല്ലതിൽ നിന്നും വേർപെട്ടു വന്നവനല്ല. അതുപോലെ അവനിൽ നിന്ന് എന്തെങ്കിലും വേർപെട്ട് വരിക എന്നത് ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് പല മുൻഗാമികളും അസ്സമദ് എന്നതിൻ്റെ അർത്ഥമായി അതിൻ്റെ ബാക്കി ഭാഗം ഖുർആനിലെ ആ സൂറത്തിലെ ബാക്കി ഭാഗം പറഞ്ഞിട്ടുള്ള. സമദ് എന്നാൽ അതിൻ്റെ വിശദീകരണമാണ് ബാക്കി. അല്ലദീ ലം യലിദ് വലം യൂലദ്, അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലദീ ലം യലിദ്, അവൻ ജനിപ്പിച്ചിട്ടില്ലാത്തവനാണ്, അവനിൽ നിന്നൊരു സന്താനം വരിക എന്നത് സംഭവിക്കുകയില്ല. വലം യൂലദ്, അവൻ ജനിച്ചുണ്ടായവനല്ല. അവനിൽ നിന്ന്, അവൻ മറ്റു വല്ലതിൽ നിന്നും ജനിച്ചുണ്ടായവനല്ല. ലം യലിദ് വലം യൂലദ്. അതുപോലെ തന്നെ നാലാമത്തെ അർത്ഥമായി മുൻഗാമികൾ പറഞ്ഞത് കാണാം, അല്ലദീ ലാ യഅകുൽ വലാ യശ്റബ്. അവൻ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ഇല്ല, അവൻ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈസ അലൈഹിസ്സലാമിനെയും ഉമ്മ മറിയമിനെയും ഇലാഹാക്കിയവർക്ക് മറുപടി പറയുമ്പോൾ അള്ളാഹു ആ രണ്ടുപേരെ കുറിച്ച് പറഞ്ഞു, കാന യഅകുലാനി ത്വാം, കാന യഅകുലാനി ത്വാം. അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചിരുന്നു. കാന യഅകുലാനി ത്വാം, അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചിരുന്നു. ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം എന്നത് ആവശ്യമുള്ളത് കൊണ്ടാണ് കഴിക്കുന്നത്. ഭക്ഷണത്തിൻ്റെ ആശ്രയം അവർക്ക് ആവശ്യമുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല. വഹുവ യുത്ഇമു വലാ യുത്അം, അവനാണ് ഭക്ഷണം നൽകുന്നവൻ. വലാ യുത്അം, മറ്റൊരു ഖിറാഅത്തിൽ വലാ യത്അം, അവനെ ആരും ഭക്ഷിപ്പിക്കേണ്ടതില്ല, അവന് ഭക്ഷണം ആവശ്യമില്ല. ഇത് മുൻഗാമികൾ ഈ പേരിൻ്റെ അർത്ഥമായി പറഞ്ഞത് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം പരസ്പര പൂരകങ്ങളായ അർത്ഥങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. അവനെയാണ് സകലരും ആശ്രയിക്കുന്നത്. അവൻ്റെ ആ പൂർണ്ണതയുടെ ഭാഗം തന്നെയാണിത്. ഏത്? അവന് ഭക്ഷണം ആവശ്യമില്ല, വെള്ളം ആവശ്യമില്ല എന്നത്. അതുപോലെ ഈ ആയത്തിൻ്റെ ഈ പേരിൻ്റെ വിശദീകരണമായി മുൻഗാമികൾ പറഞ്ഞത് കാണാം. സഹാബത്തിൽ നിന്ന് തന്നെ റിവായത്ത് വന്നിട്ടുണ്ട്, അല്ലദീ ലാ ജൗഫ ലഹ്, ജൗഫില്ലാത്തവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ജൗഫ് എന്നാൽ ഭക്ഷണം ഉള്ളിൽ പോവുക എന്നത് മനുഷ്യനുണ്ട്. എവിടെയാണ് അവൻ്റെ ഭക്ഷണം പോകുന്നത്? അവൻ്റെ ഉള്ളിലേക്കാണ്, അവൻ്റെ ജൗഫിലേക്കാണ് പോകുന്നത്. അങ്ങനെയുള്ള ജൗഫ്, ആ ഉള്ള് അതില്ലാത്തവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അവന് അതിൻ്റെ ആവശ്യമില്ല. ഈ പറഞ്ഞതിൻ്റെ എല്ലാം ചുരുക്കം യഥാർത്ഥത്തിൽ സമദ് എന്ന പേര് നോക്കൂ, അത് സൂചിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ അൽ ഖിന അൽ മുത്ലഖ്,
അവൻ്റെ പരിപൂർണമായ ഘിന, അവൻ്റെ ഐശ്വര്യമാണ്. അഥവാ അവന് യാതൊന്നിൻ്റെയും ആവശ്യമില്ല എന്നതാണ് യഥാർത്ഥത്തിൽ അസ്സമദ് എന്ന പേര് ചുരുക്കി പറഞ്ഞാൽ അറിയിക്കുന്നത്. അതുപോലെ എന്നാൽ പടപ്പുകൾ അവനല്ലാത്തവർ മുഴുവൻ റബ്ബിനെ ആശ്രയിച്ച് കഴിയുന്നവരാണ്. അങ്ങനെയുള്ള സമദാണവൻ. മുഅ്മിനുകൾ അള്ളാഹുവിൻ്റെ ഏതേത് പേര് പഠിച്ചാലും അവൻ്റെ വിശേഷണങ്ങൾ പഠിച്ചാലും അവർക്കതിൽ ഗുണപാഠങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിൽ അതുകൊണ്ട് ഒട്ടേറെ പ്രയോജനപ്രദമായ കാര്യങ്ങളുണ്ട്. നോക്കൂ, ഒരു മുസ്ലിം അവൻ്റെ റബ്ബിനെ കുറിച്ച് വിശ്വസിക്കുന്നത് എൻ്റെ റബ്ബ് അസ്സമദാണ്, ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. അതുപോലെ പടപ്പുകൾ മുഴുവൻ അവനെ ആശ്രയിക്കുന്നു. അവൻ്റെ മുൽക്കിൽ, അവൻ്റെ അധികാരത്തിൽ, അവൻ്റെ കയ്യിലുള്ളതിലെല്ലാം പരിപൂർണനാണ്. അതുകൊണ്ട് ഒരടിമ ഈ സമദായ റബ്ബിനോട് എത്ര അടുത്തിരിക്കുന്നോ അത്രയും അവന് പടപ്പുകളുടെ ആവശ്യം ഉണ്ടാവുകയില്ല. അവന് റബ്ബ് മതിയാവും. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഒരുവൻ എത്ര അടുത്തോ അതിനനുസരിച്ച് അവന് പടപ്പുകളുടെ ആവശ്യമില്ലാതെ വരും. മറിച്ച് അവൻ്റെ റബ്ബിനെ കൊണ്ട് മതിയായിരിക്കും. അതുപോലെ നോക്കൂ, സമദ് എന്ന് പേര് പഠിച്ചൊരു മുഅ്മിൻ, അത് മനസ്സിലാക്കിയൊരു മുഅ്മിൻ അവനെങ്ങനെയാണ് അവൻ്റെ പ്രയാസങ്ങൾക്ക്, അവൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് അള്ളാഹു അല്ലാത്തവരിലേക്ക് അഭയം തേടി ചെല്ലുക? കാരണം ഈ ആയത്ത് സമദ് എന്ന അള്ളാഹുവിൻ്റെ പേര് രാപ്പകൽ വ്യത്യാസമില്ലാതെ ഒരു മുഅ്മിൻ ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്തിലുള്ളതാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്. ഒരു ദിവസം എത്ര തവണയാണ് നമ്മൾ ആ പേര് പറയുന്നത്? ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, അല്ലാഹു സമദാണ്. അത് ഇങ്ങനെ നിരന്തരം ആ പേര് ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുഅ്മിൻ പിന്നെ എങ്ങനെയാണ് അള്ളാഹു അല്ലാത്തവരിൽ അവൻ പ്രതീക്ഷ അർപ്പിക്കുക? റബ്ബിൻ്റെ പടപ്പുകളായ അംബിയ, ഔലിയ ആരാകട്ടെ അവരെല്ലാം അള്ളാഹുവിൻ്റെ ആശ്രയം ആവശ്യമുള്ളവരാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുന്നവരും അവൻ്റെ ശിക്ഷയെ പേടിക്കുന്നവരുമാണ്. അവരിലേക്ക് എങ്ങനെയാണ് ഒരു മുഅ്മിൻ തിരിയുക? അവരോടെങ്ങനെയാണ് അവലാതി പറയുക? ഇതെല്ലാം അള്ളാഹുവിൻ്റെ അസ്സമദ് എന്ന ഈ മഹത്തായ പേരിൻ്റെ ആശയമാണ്. അതുകൊണ്ടാണ് നോക്കൂ, ഈ പേര് പറഞ്ഞ സൂറത്ത് നോക്കൂ നിങ്ങൾ. ആ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് ഇന്നഹ തഅദിലു സുലുസൽ ഖുർആൻ, ഖുർആനിൻ്റെ 1/3 അത് എന്നാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ പേരുകൾ യഥാവിധി പഠിക്കുവാനും അതനുസരിച്ച് അതിൻ്റെ സൽഫലങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.